അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമ്മുടെ സ്കൂൾ ഷിപ്പ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ഡോട്ട് എന്ന ചാപ്റ്റർ ആണ്. വേർഡ് മീനിങ്സ് ഉൾപ്പെടെയുള്ള മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോഴെല്ലാവരും നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കൂടി തുറന്നു വെച്ചോളൂ. നമുക്ക് നമ്മുടെ ഡോട്ട് എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിലേക്ക് കടക്കാം. ദ ഡോട്ട്. എന്താണ് ഡോട്ട് എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ സാധാരണ നമ്മുടെ പുസ്തകത്തിലൊക്കെ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒക്കെ എന്താണ് ഒരു കുത്ത് അടയാളപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്താറുണ്ട് അല്ലേ? ഇതിനെയാണ് എന്ത് പറയുക? ഡോട്ട് എന്ന് പറയുക. നിങ്ങൾക്കിവിടെ കാണാം അല്ലേ? ഇനി നമുക്ക് നോക്കാം ആരാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ ഓതറാണ് ദ ഡോട്ട് എന്ന സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ചിൽഡ്രൻസ് ബുക്ക് റൈറ്ററും ഇല്ലുസ്ട്രേറ്ററുമാണ്. ചിൽഡ്രൻസ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളുടെ പുസ്തകങ്ങളിൽ അത് വരയ്ക്കുകയും അതുപോലെ തന്നെ എഴുതുകയും ചെയ്യുന്ന ആളാണ്. ഫേബിൾ വിഷൻ എന്ന പേരിൽ ഒരു എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി കൂടി അദ്ദേഹത്തിന് ഉണ്ട്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ദ ഡോട്ട്. The art class was over, but Vashti sat glued to her chair. Her paper was blank. നോക്കൂ, the art class was over. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ട് ക്ലാസ് അവസാനിച്ചിരുന്നു. എന്താണ് ആർട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ? കലാപഠന ക്ലാസ്. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ചിത്രരചന ക്ലാസ്, പെയിന്റിംഗ് ക്ലാസ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. But Vashti sat glued to her chair. അപ്പോൾ ചിത്രപഠന ക്ലാസ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും വാഷ്ടി അവളുടെ ചെയറിൽ ആരോ അവളെ ഒട്ടിച്ചു വെച്ചതുപോലെ അങ്ങനെ ഇരിക്കുകയാണ്. സാധാരണഗതിയിൽ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ? അപ്പം തന്നെ ഭാഗമെടുത്ത് പോകുമല്ലേ? പക്ഷേ ഇവിടെ വാഷ്ടി പോയിട്ടുണ്ടോ? ഇല്ല. വാഷ്ടി അവിടെ തന്നെ അവളുടെ സീറ്റിൽ തന്നെ ആരോ അവളെ ഒട്ടിച്ചു വെച്ചതുപോലെ അങ്ങനെ ഇരിക്കുകയാണ്. ഹർ പേപ്പർ വാസ് ബ്ലാങ്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാഷ്ടിയുടെ മുൻപിലുള്ള പേപ്പർ എങ്ങനെയായിരുന്നു? ബ്ലാങ്ക് ആയിരുന്നു, ശൂന്യമായിരുന്നു. അതിലൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായിരിക്കും വാഷ്ടി അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്നത്? ഒന്നും വരയ്ക്കാൻ കഴിയാത്തതിലുള്ള വിഷമം കൊണ്ടായിരിക്കണം വാഷ്ടി അവിടെ ഇരുന്നിട്ടുണ്ടാവുക അല്ലേ? നിങ്ങൾക്ക് വേർഡ് മീനിങ്സ് ഇവിടെ കാണാം, അതെല്ലാം ഫോളോ ചെയ്യണം കേട്ടോ. നോക്കൂ, Vashti's teacher leaned over the blank paper. അപ്പോൾ എന്താണ് അടുത്ത സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്? വാഷ്ടിയുടെ ഈ ഒരു ബ്ലാങ്ക് പേപ്പറിലേക്ക്, ഒന്നും വരയ്ക്കാത്ത ഈ പേപ്പറിലേക്ക് അവളുടെ ടീച്ചർ എന്താണ് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് നോക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിലൊക്കെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് വന്ന് നമ്മളോട് ചോദിക്കുമല്ലേ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വാഷ്ടിയുടെ അടുത്തും അവളുടെ ടീച്ചർ വന്നിട്ടുണ്ട്. അവളുടെ ടീച്ചർ അവളുടെ പേപ്പറിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് നോക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. a polar bear in a snowstorm, she said. എന്നിട്ട് അവളുടെ ടീച്ചർ ഒരു റിമാർക്ക് പറയുന്നുണ്ട്. അവളുടെ ആ പേപ്പർ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. എന്താണ് ടീച്ചർ പറഞ്ഞത്? സ്നോ സ്റ്റോമിലുള്ള ഒരു പോളാർ ബെയർ എന്നാണ് ടീച്ചർ പറയുന്നത്. എന്താണ് സ്നോ സ്റ്റോം എന്ന് പറഞ്ഞാൽ? ശക്തമായ മഞ്ഞു വീഴ്ചയാണ് സ്നോ സ്റ്റോം എന്ന് പറയുന്നത്. പോളാർ ബെയർ എന്താണ്? അതൊരു ധ്രുവക്കരടിയാണ് അല്ലേ? വെള്ള കളറിലുള്ള ഒരു കരടിയാണ്. നിങ്ങളൊക്കെ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ്? മഞ്ഞിന്റെ കളറും വെള്ളയാണ്, ഈ പറയുന്ന പോളാർ ബെയറിന്റെ കളറും എന്താണ്? വെള്ളയാണ്. അപ്പൊ രണ്ടിനെയും എന്താണ് മഞ്ഞ് വീണ് കിടക്കുന്നിടത്ത് ഒരു പോളാർ ബെയർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മൊത്തത്തിൽ എന്താണ്? വെള്ളയായിട്ട് മാത്രമേ കാണുള്ളൂ അല്ലേ? തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇവളുടെ പേപ്പർ കണ്ടിട്ട്, ബ്ലാങ്ക് ആയിട്ടുള്ള ഈ വാഷ്ടിയുടെ പേപ്പർ കണ്ടിട്ട് ടീച്ചർ പറയുന്നത് എന്താണ്? മഞ്ഞിലൊരു പോളാർ ബെയർ നിൽക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞത്. കാരണം അത്രയും വൈറ്റ് ആണ് അവളുടെ പേപ്പർ, അതിലൊന്നും വരച്ചിട്ടില്ല. വെരി ഫണ്ണി, ഐ ജസ്റ്റ് ക്യാൻ ഡ്രോ, സെഡ് വാഷ്ടി. അപ്പൊ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാഷ്ടിക്ക് എന്താണ്? ചെറിയൊരു ദേഷ്യം വന്നു അല്ലേ? അപ്പോൾ വാഷ്ടി എന്താ പറയുന്നത്? വലിയൊരു തമാശ, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് വാഷ്ടി പറയുകയാണ്. നോക്കൂ, ഹർ ടീച്ചർ സ്മൈൽഡ്. അപ്പോൾ വാഷ്ടിയുടെ ഈ ചെറിയ ദേഷ്യമൊക്കെ കണ്ടപ്പോൾ വാഷ്ടിയുടെ ടീച്ചർ എന്ത് ചെയ്തു? ചിരിച്ചു. എന്നിട്ട് ടീച്ചർ പറയുകയാണ്, ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വെയർ ഇറ്റ് ടേക്സ് യു. നീ എന്ത് ചെയ്യുക? എന്തായാലും എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തുക, എന്തെങ്കിലും ഒന്ന് വരയ്ക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം എവിടം വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം എന്നാണ് ടീച്ചർ പറയുന്നത്.
വാഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് ദർ. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോൾ വാഷ്ടിക്ക് എന്താണ് കുറച്ചുകൂടി ദേഷ്യം വന്നു. എന്നിട്ടോ വാഷ്ടി പെട്ടെന്ന് നമ്മുടെ മാർക്കർ എടുത്തിട്ട് മുറുക്കി ഇങ്ങനെ പിടിച്ചു. എന്നിട്ടോ ആ പേപ്പറിന് നല്ലൊരു കുത്തുകുത്തി, ആഞ്ഞൊരു കുത്തുകുത്തി. അപ്പോൾ ആഞ്ഞൊരു കുത്തുകുത്തുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? മാർക്കർ കൊണ്ട് അങ്ങനെ കുത്തി കഴിയുമ്പോൾ അവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ മനസ്സിലായില്ലേ എവിടുന്നാണ് ഈ ഡോട്ട് എന്ന് പറഞ്ഞ ടൈറ്റിൽ വന്നതെന്ന്? എന്നിട്ട് വാഷ്ടി പറയുകയാണ്, ഇങ്ങനെ ഒരു കുത്തിയിട്ട് അവിടെ ഒരു ഡോട്ട് ആ പേപ്പറിൽ വരുത്തി കഴിഞ്ഞ് വാഷ്ടി പറയുകയാണ് ദർ, ഇന്നാ പിടിച്ചോ, അല്ലെങ്കിൽ ഇതാ എന്ന് പറഞ്ഞിട്ട് വാഷ്ടി അവിടെ ഇരിക്കുന്നു. Her teacher picked up the paper and studied it carefully. അപ്പോൾ അവളുടെ ടീച്ചർ എന്ത് ചെയ്തു? ആ പേപ്പർ എടുത്തു. എന്നിട്ട് ടീച്ചർ അത് ശ്രദ്ധാപൂർവം കെയർഫുള്ളി എന്ത് ചെയ്തു? സ്റ്റഡി ചെയ്തു, പഠിച്ചു, അത് മനസ്സിലാക്കി, അത് നോക്കി മനസ്സിലാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. She pushed the paper towards Vashti and quietly said. എന്നിട്ട് ടീച്ചർ ഒരു കാര്യം കൂടെ ചെയ്തു. ആ പേപ്പർ വാഷ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചുകൊണ്ട് വാഷ്ടിയോട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, നൗ സൈൻ ഇറ്റ്. ഇനി നീ എന്തുകൂടെ ചെയ്യുക? നിന്റെ ഒപ്പ് ഇടുക എന്നുകൂടെ പറഞ്ഞു. അതിൽ സൈൻ ചെയ്യുക എന്നുകൂടെ പറഞ്ഞു. പേര് സൈൻ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരാളൊരു പെയിന്റിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ അയാളുടെ പേരെന്താണ് അടിയിലായിട്ടൊക്കെ അല്ലെങ്കിൽ എവിടെയും അതിലേതെങ്കിലും ഒരു ഭാഗത്ത് സൈൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് ഇന്നയാൾ ചെയ്ത വർക്കാണ്, ഇന്നയാൾ ചെയ്ത പെയിന്റിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. Vashti thought for a moment. Well, maybe I can draw, but I can sign my name. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോൾ വാഷ്ടി വിചാരിച്ചു, എന്താണ്, ഒരു നിമിഷത്തേക്ക്, ഒരു സെക്കൻഡ് വാഷ്ടി ഇങ്ങനെ ആലോചിച്ചു. എന്താണ്, ചിലപ്പോൾ എനിക്ക് വരയ്ക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷേ എനിക്ക് എന്തായാലും എൻ്റെ പേര് സൈൻ ചെയ്യാൻ, പേര് ഒപ്പിടാൻ എനിക്ക് എന്തായാലും അറിയാലോ, എന്നാ പിന്നെ ചെയ്യുന്നതിന് എന്താ എന്നാണ് വാഷ്ടി വിചാരിച്ചത്. The next week, Vashti walked into the art class. അപ്പോൾ അടുത്ത ആഴ്ച വാഷ്ടി അവളുടെ ആർട്ട് ക്ലാസ്സിലേക്ക്, ഈ പെയിന്റിംഗ് ക്ലാസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. ഷീ വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് അബവ് ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അത്ഭുതമായി. എന്താണ്, അവളുടെ ക്ലാസ്സിൽ ടീച്ചറുടെ ഡെസ്കിന്റെ മുകളിലായിട്ട് എന്തോ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ വാഷ്ടിക്ക് എന്താണ്, പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. അവള് സർപ്രൈസ്ഡ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ, ഹെർ ഡോട്ട്. എന്തായിരുന്നു അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്? തൂക്കിയിട്ടിട്ടുള്ളത് എന്താണ്? അവൾ വരച്ച ആ ചെറിയ ഡോട്ടില്ലേ, അതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഹാങ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതാണ് ഹെർ ഡോട്ട്, അവളുടെ ഡോട്ടാണത്. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വേർലി ഗോൾഡ്. അപ്പൊ എങ്ങനെയാണ് അതവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്? അതൊരു ഫ്രെയിം ചെയ്തിട്ടാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ആ ഫ്രെയിം എങ്ങനെയാണ്? ഒരു ഗോൾഡൻ ഫ്രെയിം ആണ്. ആ ഫ്രെയിം തന്നെ സ്വേളിയാണ്. സ്വേളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുളായിട്ടുള്ള ഒരു ഫ്രെയിം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം അല്ല, അതിലിങ്ങനെ ചില ചുരുളുകളൊക്കെ പോലെയുള്ള വളഞ്ഞ അല്ലെങ്കിൽ ചുരുളുകളൊക്കെ പോലെയുള്ള ഒരു ഫ്രെയിം. ആ ഒരു ഫ്രെയിമിൽ, ഗോൾഡൻ ഫ്രെയിമിലാണ് അവളുടെ ഡോട്ടിനെ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. I can make a better dot than that. അപ്പോൾ അവൾക്ക് തോന്നി, ഇതിനേക്കാൾ നല്ലൊരു ഡോട്ട് എനിക്ക് വരയ്ക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് അവൾക്ക് തോന്നി. ഷീ ഓപ്പൺ ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അപ്പം അങ്ങനെ ചിന്തിച്ച് അവൾ എന്ത് ചെയ്തു? വേഗം തന്നെ അവളുടെ വാട്ടർ കളർ സെറ്റൊക്കെ തുറന്നിട്ട് എന്താണ്, വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. വീണ്ടും എന്താണ് വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നത്? ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? പെയിന്റ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാഷ്ടി പെയിന്റഡ് ആൻഡ് പെയിന്റഡ്. വാഷ്ടി എന്ത് ചെയ്യാണ്? പെയിന്റ് ചെയ്തു, വീണ്ടും പെയിന്റ് ചെയ്തു. എ റെഡ് ഡോട്ട്, എ പേർപ്പിൾ ഡോട്ട്. ആദ്യം ഒരു ചുവന്ന ഡോട്ട്, പിന്നെ ഒരു പേർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്. യെല്ലോ ഡോട്ട് ചെയ്തു, ബ്ലൂ ഡോട്ട്. അങ്ങനെ പല കളേഴ്സ് ഉപയോഗിച്ചിട്ട് വാഷ്ടി എന്ത് ചെയ്യുകയാണ്? ഡോട്ട്സ് പെയിന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൾക്കൊരു ത്രില്ലായി മാറി അല്ലേ? ദ ബ്ലൂ മിക്സ് വിത്ത് ദ യെല്ലോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു കളറ് ഒറ്റയ്ക്ക് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഡോട്ട് വരയ്ക്കാൻ തുടങ്ങി. എന്താണ് ആദ്യം ചെയ്തത്? ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്തു. ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ എന്താ കിട്ടുക നോക്കാം. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അപ്പോൾ ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ഡോട്ട് പെയിന്റ് ചെയ്തപ്പോൾ അവൾക്ക് മനസ്സിലായി, ബ്ലൂവും യെല്ലോയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്, ഗ്രീൻ കിട്ടുമെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ അതൊക്കെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു? കണ്ടുപിടിക്കാൻ തുടങ്ങി. അവൾക്ക് ഈ ചെയ്ത് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. എന്താണ്, തനിക്കൊരു പച്ച ഡോട്ട് മഞ്ഞയിൽ നിന്നും നീലയിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവൾ കണ്ടുപിടിച്ചു.
വാഷ്ടി കെപ്റ്റ് എക്സ്പെരിമെന്റിങ് വിത്ത് ലോഡ്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അതുകൂടാതെ എന്താണ് അവൾ കണ്ടിന്യൂ ചെയ്തു, അവളിത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്താണ് പല കളറിലുള്ള ഡോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതുപോലെ പല കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോട്ട്സ് ഉണ്ടാക്കാമെന്ന് അവളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എന്നിട്ട് അവൾ ചിന്തിച്ചു, ചെറിയ ഡോട്ട്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഡോട്ട്സ്, ബിഗ് ഡോട്ട്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. വാഷ്ടി സ്പ്ലാഷ്ഡ് ഹർ കളേഴ്സ് വിത്ത് എ ബിഗർ ബ്രഷ് ഓൺ എ ബിഗർ പേപ്പർ ടു മേക്ക് ബിഗർ ഡോട്ട്സ്. അപ്പോൾ ഇത് ചിന്തിച്ചുകൊണ്ട് വാഷ്ടി എന്ത് ചെയ്തു, അവളുടെ കളേഴ്സ് എല്ലാം കൂടി ഒരു വലിയ ബ്രഷ് ഉപയോഗിച്ച് വലിയ പേപ്പറിൽ എന്താണ് ബിഗർ ഡോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് സ്പ്ലാഷ് ചെയ്തു എന്നാണ് പറയുന്നത്. സ്പ്ലാഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളവും അതുപോലെ തന്നെയുള്ള ലിക്വിഡ്സും കളേഴ്സും ഒക്കെ ഇങ്ങനെ വാരി എറിയുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ്, ചിതറിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ കളേഴ്സ് ഒക്കെ ഇവിടെ അവള് പെയിന്റ് ചെയ്യുക മാത്രമല്ല, കളേഴ്സ് ഒക്കെ അവള് എറിയുമ്പോൾ തന്നെ ഡോട്ട്സ് ഉണ്ടാവുന്ന രീതിയിലേക്ക് അവൾ എക്സ്പേർട്ടായി, അവൾ മെച്ചപ്പെട്ടു എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വാഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിന്റിങ് എ ഡോട്ട്. കണ്ടോ, അതായത് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിനുള്ളിൽ ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ടൊന്നും വാഷ്ടിക്ക് ഡോട്ട് വരയ്ക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല. അവള് ജസ്റ്റ് കളർ എടുത്തിട്ട് ഇങ്ങനെ കുടയുമ്പോൾ തന്നെ അത് ഡോട്ട്സ് ആയി മാറുകയാണ്. അപ്പം അത്രയും അവൾ മെച്ചപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ, അതായത് കുറച്ചാഴ്ചകൾക്ക് ശേഷം അവരുടെ സ്കൂളിലൊരു ആർട്ട് ഷോ ഉണ്ടായിരുന്നു, ഒരു ചിത്ര പ്രദർശനം ഉണ്ടായിരുന്നു. വാഷ്ടിസ് ഡോട്ട്സ് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ്. അപ്പോൾ ആ ചിത്ര പ്രദർശനത്തിൽ വാഷ്ടി വരച്ച ഡോട്ട്സ്, കുറേ ഡോട്ട്സ് ഇപ്പോൾ അവൾ വരച്ചു അല്ലേ, ഈ ഡോട്ട്സ് എല്ലാവരുടെയും പ്രശംസ നേടി എന്നാണ് പറയുന്നത്. എല്ലാവരും വാഷ്ടി ആ ഡോട്ട്സിൻ്റെ പേരിൽ കൺഗ്രാജുലേറ്റ് ചെയ്തു, അപ്രീഷിയേറ്റ് ചെയ്തു. ഇവിടെ സ്പ്ലാഷ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊരു ഓളം ഉണ്ടാക്കി അല്ലെങ്കിൽ അത് വലിയൊരു ചർച്ചയായി എന്നുള്ള രീതിയിലാണ്. വാഷ്ടി നോട്ടിസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിംഗ് അപ്പ് അറ്റ് ഹർ. അപ്പോൾ ഈ ചിത്ര പ്രദർശനത്തിന്റെ സമയത്ത്, ആർട്ട് ഷോയുടെ സമയത്ത് വാഷ്ടിയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു. ഒരു ചെറിയ ആൺകുട്ടി ഇവളെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. ഗേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിമയ്ക്കാതെ നോക്കുക എന്നാണ്. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഐ വിഷ് ഐ കുഡ് ഡ്രോ, ഹി സെഡ്. എന്നിട്ട് ഈ ആൺകുട്ടി ഇവളോട് പറയുകയാണ്, വാഷ്ടിയോട് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും ഒരു വലിയ ആർട്ടിസ്റ്റാണ്, നിങ്ങൾ തീർച്ചയായും വലിയൊരു ചിത്രകാരിയാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കും നിന്നെ പോലെ ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കുമായിരുന്നെങ്കിലെന്ന്. അപ്പം നമ്മുടെ വാഷ്ടി എന്താ പറയുന്നത് നോക്കൂ, ഐ ബെറ്റ് യു ക്യാൻ, എനിക്ക് ഉറപ്പുണ്ട്, ഉറച്ച് പറയാൻ കഴിയും, നിനക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് എന്നാണ് വാഷ്ടി പറയുന്നത്. Me? No, not I. I can't even draw a straight line with a ruler. അപ്പം നമ്മുടെ ബോയ് പറയുകയാണ്, ഞാനോ, എനിക്കോ ഒരിക്കലുമില്ല ഒരു റൂളർ ഉപയോഗിച്ച് പോലും, നമ്മുടെ കയ്യിലുള്ള സ്കെയിലല്ലേ അത് തന്നെയാണ് കേട്ടോ, അപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ പോലും ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ കഴിയാത്ത ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കുക എന്നാണ് ബോയ് അവളോട് ചോദിക്കുന്നത്. വാഷ്ടി സ്മൈൽഡ്. അപ്പോൾ വാഷ്ടി ചിരിച്ചു. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അപ്പോഴോ അവള് ബോയ്ക്കൊരു ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ കൊടുത്തു. ഒന്നുമില്ലാത്ത, ഒന്നും വരയ്ക്കാത്ത, ഒന്നും എഴുതാത്ത ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഷോ മീ, കാണിക്കൂ എന്ന് പറഞ്ഞു. അതായത് നീ പറഞ്ഞല്ലോ നിനക്ക് സ്കെയിൽ വെച്ച് പോലും ഒരു വര വരയ്ക്കാൻ അറിയില്ല എന്ന്, അപ്പോൾ നീ എന്തായാലും ഒരു വര വരച്ചെന്നെ കാണിക്കൂ എന്ന് അവള് പറഞ്ഞു. The boy's pencil shook as he drew his line. അപ്പോൾ ബോയ് എന്തായാലും അവൾ പറഞ്ഞതല്ലേ എന്നോർത്ത് ഒരു ലൈൻ വരയ്ക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ആ ലൈൻ വരയ്ക്കാൻ വേണ്ടി പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബോയിൻ്റെ കൈകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വാഷ്ടി സ്റ്റേർഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗിൾ. അപ്പോൾ വാഷ്ടി ഇവൻ ഈ വരച്ച് കഴിഞ്ഞ പേപ്പർ എടുത്തിട്ട് ആ വരച്ച സ്ക്വിഗിളിലേക്ക് ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് തുറിച്ചു നോക്കി എന്നാണ് പറയുന്നത്. സ്ക്വിഗിൾ വളഞ്ഞു പുളഞ്ഞുള്ള വര. അപ്പോൾ ബോയ് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ എങ്ങനെയാണ്, നേരെയുള്ള ലൈൻ അല്ല കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ കുട്ടിക്ക് പറ്റിയിട്ടില്ല. വളഞ്ഞു പുളഞ്ഞുള്ള ഒരു ലൈൻ തന്നെയാണ് അവൻ വരച്ചത്. അപ്പോൾ ആ ലൈനിലേക്ക് ഇവളിങ്ങനെ നോക്കി. എന്നിട്ട് അവൾ പറയുകയാണ്, ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. അപ്പോൾ ഇവൻ ഈ വരച്ച ആ ഒരു പേപ്പർ ഇവളുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അവൾ പറയുകയാണ്, ഇനി
നീ എന്തായാലും ഈ ലൈൻ വരച്ചു, ഇനി നീ അതിനടിയിൽ എന്ത് ചെയ്യുക, നിന്റെ പേര് സൈൻ ചെയ്യുക, പേര് ഒപ്പിടുക എന്നാണ് പറയുന്നത്. ഒന്ന് നമ്മൾ നോക്കുക, ഇതേപോലെ തന്നെ മുൻപ് നമ്മൾ ആരോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടല്ലേ, അല്ലേ? എന്താണത്? എനിക്ക് വരയ്ക്കാൻ കഴിയില്ലെന്ന് ഈ ബോയിനെ പോലെ പറഞ്ഞ ഒരാളായിരുന്നു ആര്? വാഷ്ടി, അല്ലേ? വാഷ്ടിയോട് ഒരു ഡോട്ട് ചെയ്യാനാണ് ആര് പറഞ്ഞത്? ടീച്ചർ പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ വാഷ്ടി ഈ ബോയിന്റെ അടുത്ത്, ഈ ആൺകുട്ടിയോട് ഒരു ലൈൻ വരയ്ക്കാൻ പറയുകയാണ്. എന്നിട്ട് അവനോടും എന്ത് പറയാണ്, അതിനിടയിൽ അവന്റെ സൈൻ ഇടാൻ പറയുകയാണ്. അപ്പോൾ ടീച്ചർ എങ്ങനെയാണോ വാഷ്ടിയെ അവൾക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കൊടുത്തത്, അതുപോലെ തന്നെ ഇവിടെ ഈ ആൺകുട്ടിക്കും തനിക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്താനാണ്, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനാണ് വാഷ്ടി ഇവിടെ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും എന്താണ് യഥാർത്ഥത്തിൽ വരയ്ക്കാൻ കഴിയും, അല്ലേ? നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ കഴിവുകളും നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാനുണ്ട്, പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ് വാഷ്ടിയെ പോലെ അല്ലെങ്കിൽ ഈ ആൺകുട്ടിയെ പോലെ എന്താണ് എനിക്ക് കഴിയില്ലേ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ചെറിയ ഒരു ചുവട് വെക്കുക, ചെറിയൊരു സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് ടീച്ചർ വാഷ്ടിക്ക് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് വാഷ്ടിക്ക് തനിക്ക് വരയ്ക്കാൻ കഴിയുന്നു, തനിക്ക് കളേഴ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാമെന്നൊക്കെ മനസ്സിലായത്. അതേ കാര്യമാണ് വാഷ്ടി ഇപ്പോൾ ആ കുട്ടിക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലേ? അപ്പം നല്ല കഥയല്ലേ? നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ഒന്ന് കോമെന്റ്സിൽ പറയാട്ടോ. കഥ ഇഷ്ടമായോ? ആരെയാണ് ഇഷ്ടപ്പെട്ടത്? ടീച്ചറിനെ ഇഷ്ടപ്പെട്ടോ? വാഷ്ടിയെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറയാം. ഇതിൽ നിങ്ങൾ കേൾക്കുന്ന കൂട്ടുകാരിൽ ആരൊക്കെയാണ് ചിത്രം വരയ്ക്കുന്നത് അതുകൂടി ഒന്ന് കോമെന്റ്സിൽ പറഞ്ഞേക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പാഠം വളരെ ചെറിയൊരു കഥയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. 2 ആക്ടിവിറ്റീസേ ഉള്ളൂ. അപ്പോൾ അതുവരെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. ഹാപ്പി ലേണിംഗ്.